സോഴ്സാണ് മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിൽ സ്വാഗതം. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുട്ടികളാരും നോക്കാത്ത ഒരു ചാപ്റ്റർ നമ്മുടെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിലെ എൻഡിഎക്കും കീവിനും കുസാറ്റിനും ഒക്കെ വരുന്ന വളരെ എളുപ്പത്തിലുള്ള ക്വസ്റ്റൻസ് ആണ്. പക്ഷേ പ്രാക്ടീസിന്റെ കുറവുകൊണ്ട് ഇത് അറിയാൻ വയ്യാത്തൊരു അവസ്ഥയിലുണ്ട്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എ ഫാമിലി ഓഫ് 4 brothers and 3 sisters can be seated in a row. ഒരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴേ നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കത്തില്ലയോ, അതിനെ കുറിച്ചുള്ള ക്വസ്റ്റൻ ആണ്. In how many ways can be seated if all the 3 sisters sit together? ഈ ക്വസ്റ്റൻ ഇത് വായിച്ച് തീരുമ്പോഴും ഇതൊക്കെ മനസ്സിലാവാതെ ഒത്തിരി കുട്ടികൾ ഇതിന്റെ ആൻസർ എവിടുന്നെങ്കിലൊക്കെ കറക്കി കുത്തി എഴുതുന്ന ഒരു പരിപാടിയാണ്. ഇവിടെ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനെ മനസ്സിലാക്കുന്ന അത്ര ഈസി അല്ല, ഇച്ചിരി ലോജിക്കൽ തിങ്കിങ് ആണ് ഇതിനകത്ത് വേണ്ടത്. അല്ലാതെ നമ്മൾ ഈ ചെയ്യുന്ന സിംപ്ലിഫിക്കേഷൻസ് കുറെ ചെയ്യുന്ന ആ സ്കില്ലല്ല, ചിന്തിക്കാനുള്ള ഒരു കഴിവാണ് ഇതിനകത്ത് വേണ്ടത്. ഇത് നേടിയെടുത്തതിന് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പറ്റത്തുള്ളൂ. അപ്പൊ മാക്സിമം നല്ല പോലെ അങ്ങോട്ട് പഠിക്കുക. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ കറക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളും അതിനോടൊപ്പം തന്നെ മെറ്റീരിയൽസ് എന്നുള്ള ക്ലാസ്സാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും പിന്നെ ഒത്തിരി ട്രിക്സുകൾ യൂസ് ചെയ്യുന്ന ക്ലാസ്സുകളാണ് തരുന്നത്. അതിനോടൊപ്പം തന്നെ മെറ്റീരിയൽക്കുള്ളിലും നിങ്ങൾക്ക് ഇതേപോലെ ട്രിക്സുകളുണ്ട്. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യനോട് കയറാം. അപ്പൊ ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചു കഴിഞ്ഞ് കാണും. 4 ബ്രദേഴ്സും 3 സിസ്റ്റേഴ്സും, ടോട്ടൽ 7 പേർ. അപ്പൊ 7 പേർക്ക് തന്നെ നമ്മൾ ഒരു 7 സീറ്റ് അങ്ങോട്ട് വരയ്ക്കുകയാണേ. ഇങ്ങനെ 7 പേരാണ്, 7 പേർക്ക് ഒറ്റ റോയിൽ ഇങ്ങനെ ഇരിക്കുക. എന്താ പറയുന്നത്? 4 ബ്രദേഴ്സും 3 സിസ്റ്റേഴ്സും. അപ്പോൾ ഇരിക്കേണ്ട രീതിയെ കുറിച്ചുള്ളതാണ് ഇവിടുത്തെ കണ്ടീഷൻ. എന്താണ്? 3 sisters, all the 3 sisters sit together എന്ന് പറഞ്ഞാൽ എല്ലാവരും ആ സിസ്റ്റേഴ്സ് ഒരുമിച്ചായിരിക്കണം എപ്പോഴും. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വേണ്ട ആ സിസ്റ്റേഴ്സ് 3 ഇവിടെ ഇരിക്കാം, മനസ്സിലായല്ലോ. അല്ലെങ്കിൽ ഇവിടെ അല്ല ഇരുന്നത്, അവിടെ മാറി അപ്പുറത്തോട്ട് മാറിയിരിക്കാം. തന്നെ ഇവിടെ വേണേ ഇരിക്കാം, ഇവിടെ ഇരിക്കാം. ഇല്ലെങ്കിൽ ഇത് പോയിട്ട് തന്നെ ഇവിടെ ഇരിക്കാം. തന്നെ ഇങ്ങനെ ആണല്ലോ. ഇങ്ങനെ അടുപ്പിച്ചായിരിക്കണം ഈ സിസ്റ്റേഴ്സിന്റെ പൊസിഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ലാസ്റ്റില് 3 ആണ് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി. ഇവിടെയാണ് ആ സിസ്റ്റേഴ്സ് 3 ഇരിക്കുന്നത് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇപ്പുറത്തെ ബ്രദേഴ്സ് ഉണ്ട്. ഇത് ആക്ച്വലി നോക്കിക്കേ എത്ര പ്ലേസ് എന്ന് വെച്ചാൽ 1 2 3 4 ഇത്രയിനെ നമ്മൾ 5 ആയിട്ട് എടുക്കണം. ഓക്കെ, കാരണം അവര് മാറുന്ന ഒരുമിച്ചാ മതി, അല്ലാതെ അവരിലെ 2 പേരെടുത്ത് മാറും, ഒരാളല്ല 3 പേരോട് ഒരുമിച്ച് എഴുന്നേറ്റിട്ടേ വേറെടുത്തോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അവരെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒന്നായിട്ട് കിടത്തണം. അപ്പൊ അത് 5, അതാണ് കേട്ടോ. ഈ 5 എന്ന് പറയുന്നത് ഇത്രയും 3 പേരുടെ ചേരുന്നതാണ് 5. ഇപ്പൊ നമ്മുടെ ആൻസർ നോക്കിക്കേ എത്ര പൊസിഷൻസ് ഉണ്ട്. 1 2 3 4 5 എണ്ണം. ദാറ്റ് ഈസ് 5 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പൊ അവർ ഇങ്ങനെ ഓടി നടക്കുന്നതിനെ കുറിച്ചുള്ളത് 5 പൊസിഷൻസ് ഉണ്ട്. ഈ 5 പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നതിന്റെ ടോട്ടൽ നമ്പർ 5 ഫാക്ടോറിയൽ. തീർന്നില്ല, പ്രോബ്ലം തീർന്നില്ല കേട്ടോ. ഇനി ഇവർക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കാമല്ലോ. ഇയാൾ അങ്ങോട്ട് പോകുന്നു, ഇയാൾ ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ അവർക്കുള്ളിൽ മാറി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, അപ്പോഴും ഒരുമിച്ചാണ് അവര്. പക്ഷെ അവരുടെ പൊസിഷൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കുള്ളിൽ തന്നെ മാറുന്നു. ദാറ്റ് ഈസ് 3 ഫാക്ടോറിയൽ. ഓക്കെ, രണ്ടുകൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് കിട്ടുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് കേട്ടോ. അപ്പൊ 5 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. അപ്പൊ ഇതാണ് ഈ 3 1 2 3 കേട്ടോ. ഈ 3 ആണ് 3 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 120 ആണ്. That means 1 into 2 into 3 into 4 into 5. Okay, 5 into 4 20 into 3 60 into 2 120. Okay, 3 factorial is 6. Okay, answer 720. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 720 വഴികൾ കൂടിയാണ് എന്നർത്ഥം. കൃത്യമായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനും വളരെ രസകരമായിട്ടുള്ള ഒന്ന് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനല്ലെങ്കിലും ചിന്തിക്കാനുള്ളതാണ്. ഇത് ചിന്തിക്കുന്നതും അതേപോലെ അതിനുള്ള നല്ല സിംപ്ലിഫിക്കേഷൻ ഉള്ളതാണ്. നമുക്ക് മാത്സ് ഇഷ്ടമുള്ളവർക്ക് പ്രത്യേകിച്ച് വളരെ ഇഷ്ടപ്പെടും. നമുക്ക് കയറാം ക്വസ്റ്റ്യനിലോട്ട്. ഇഫ് NC4 NC5 NC6 ആർ ഇൻ അരിത്തമെറ്റിക് പ്രൊഫഷൻ, അത് തന്നെ നമുക്കൊരു പരിചയമുള്ള ഒരു കാര്യമായിട്ട് അല്ലേ. ഇത് കുഴപ്പമില്ല, നമുക്ക് ഇച്ചിരി ഇൻട്രസ്റ്റ് ആയി. കാരണം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷെ ക്വസ്റ്റ്യന്റെ ടേംസുകൾ നമ്മൾ കണ്ടിട്ടുള്ളതല്ല അത്രയ്ക്ക് ആ രീതി കൂടെ. Then the value of n 11 14 or 7 28 ഇതിലേതാണ് നമ്മുടെ ആൻസർ എന്നാണ്. അപ്പൊ നമ്മൾ ആദ്യം ഒരു കണ്ടീഷൻ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. A, B, C ആർ ഇൻ AP. ABC 3 ടേംസുകൾ അടുപ്പിച്ചുള്ളവർ AP-യിലാണെങ്കിലുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 2 times of middle term equal to first term plus third term. ഇതാണ് അതിന്റെ കണ്ടീഷൻ. 2 times of middle term equal to first term plus third term. ഇവിടെ നോക്കിക്കേ, ഇയാളെ നമ്മൾ A ആയിട്ട് കരുതണം.
ഇയാളെ നമ്മൾ ബി ആയിട്ട് കരുതണം, ഇയാളെ നമ്മൾ സി ആയിട്ട് കരുതണം. അപ്പൊ നമുക്ക് 2b ഈക്വൽ ടു a പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? 2 ടൈംസ് ഓഫ് NC5 ഈസ് ഈക്വൽ ടു NC4 പ്ലസ് NC6. ഫസ്റ്റ് സ്റ്റെപ്പ് കറക്റ്റ് ആയത് അല്ലേ? വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനിയാണ് ഇത്തിരി ശ്രദ്ധിക്കുന്നത്. ഓക്കെ, that is 2 into NC5 n into n minus 1 into n minus 2 into n minus 3 into n minus 4 by 1 into 2 into 3 into 4 into 5. ഓക്കെ, ഇതാണ് NC5, 2 into NC5. NC4 എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, n into n minus 1 into n minus 2 into n minus 3 1 2 3 4 ആണ് കേട്ടോ. NC4 ആകുമ്പോൾ n ൽ തുടങ്ങി 4 പേർ. ഞാൻ നിങ്ങളോട് പറയാം, 1 into 2 into 3 into 4 പ്ലസ് NC6 എന്ന് പറയുമ്പോൾ ഒത്തിരി ടൈംസുകൾ വരും. that is n minus 1 n minus 2 n minus 3 n minus 4 n minus 5 by 1 into 2 into 3 into 4 into 5 into 6. വേറെ രീതിയിൽ ഫാക്ടോറിയൽ നൊട്ടേഷൻ എഴുതാം. ഞാൻ ഫാക്ടോറിയൽ നൊട്ടേഷനിലോട്ട് പോകാതെ ഇത്തിരി സിമ്പിൾ ടേംസിലോട്ട് എക്സ്പ്രസ് ചെയ്തേ ഉള്ളൂ. ഇതാകുമ്പോൾ ചില കുട്ടികൾക്ക് ഇഷ്ടമാണ്. ഇനി ഇത് എങ്ങനെയാണ് എഴുതുന്നത് ലോജിക് കേട്ടോ. NC5 സ്റ്റാർട്ടിംഗ് ഫ്രം n എന്നിട്ട് 5 ടൈംസ് എഴുതണം. 1 2 3 4 5 ഒന്ന് വെച്ച് ഇങ്ങനെ കുറഞ്ഞ് ബൈ 1 into 2 into 3 into 4 into 5. NC4 സ്റ്റാർട്ടിംഗ് ഫ്രം n എന്നിട്ട് 4 ടൈംസ് 1 2 3 4 ബൈ 1 into 2 into 3 into 4. അപ്പൊ NC6 എല്ലാവർക്കും അറിയാം, n തുടങ്ങി 6 പേർ ബൈ 1 into 2 into 3 into 4 into 5 into 6. ഓക്കെ, ഇത്രയും കിട്ടി. മോനെ എല്ലാവരും കോമൺ ആയിട്ടുള്ളവരെ നമ്മൾ വെട്ടിക്കളയണം. അതല്ലേ ഇവിടെ 1 2 3 4 1 2 3 4 1 2 3 4 ഡിനോമിനേറ്ററിൽ നിന്നും ക്യാൻസൽ ആയി. ന്യൂമറേറ്ററിൽ നിന്നും n minus 1 n minus 2 n minus 3 എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പൊ അത്രയും. ഇത് രസമുണ്ടല്ലേ? ഇത് കൊള്ളാമല്ലോ. ഓക്കെ, വെട്ടിക്കളഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ വെട്ടിക്കളയാം കേട്ടോ. ഇതൊക്കെ നമുക്ക് വെട്ടണം തോന്നുമ്പോൾ നമുക്ക് മനസ്സിൽ പോലും വരാതെ വെട്ടാൻ പറ്റുമോ, ഇതൊക്കെ തെറ്റാണോ, ഇതൊക്കെ വെട്ടാം. മാത്സിനുള്ളിലുള്ള ഓപ്പറേഷൻസ് ഫുൾ അറിഞ്ഞ് വരണമെങ്കിൽ കുറെ ടൈം എടുക്കും. നമ്മൾ ഒരാൾ പറയുമ്പോൾ നമ്മൾ ചെയ്യുമെങ്കിൽ തന്നെ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടാൻ ഇത്തിരി ടൈം ഉണ്ട് കേട്ടോ. ബാക്കി ആരൊക്കെ ഉണ്ട്? ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ n minus 4 ഉണ്ട്. that is 2n minus 8 by 5 equal to, ഇവിടെ എല്ലാം വിട്ടുപോയി കഴിഞ്ഞാൽ 1 പ്ലസ് ഇവിടെ ഉള്ളത് n minus 4 into n minus 5 that is n square minus 9n plus 20 by 30. ഇതൊക്കെ ചെയ്യണേ. n minus 4 into n minus 5 എന്ന് പറഞ്ഞാൽ n square minus 9n plus 20 n into n square minus 4 minus 5 ആഡ് ചെയ്യുമ്പോൾ minus 9 അതിനോട് n കൊടുക്കണം. minus 4 into minus 5 plus 20. Okay, by 5 into 6 30. ഇവിടെ നമുക്കൊന്ന് എരിച്ചൊക്കെ എടുക്കാം. that is 2n minus 8 by 5 equal to 30 by 1 വെച്ചുകൊണ്ട് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 30 into 1 30 plus n square minus 9n plus 20 by 1 into 30 30. Okay, അതും ക്ലിയർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഈ 5 കൊണ്ട് ഈ 30 നമുക്ക് കട്ട് ചെയ്യാം, 6 എന്ന് കട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയൊക്കെ വെട്ടാൻ പറ്റും കേട്ടോ. ഇല്ലെങ്കിൽ ഈ വലിയവനെ കൂടെ നമുക്ക് ചുമക്കണം, വെയിറ്റും കൂടി കൊണ്ടോ. അപ്പൊ വെട്ടിക്കഴിഞ്ഞപ്പോ എത്തണ്ടോ, ഈ നമ്പർ ഇവിടെ ഇല്ലാതായി, ഈ നമ്പർ ചെറുതായി. നമുക്ക് 2 പ്രയോജനമാണ്. നെക്സ്റ്റ് ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഇനി 6 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 into 2n എത്രയാണ്? 12n മൈനസ് 6 into 8 എത്രയാണ്? 48 ഈക്വൽ ടു 30 plus 20 ഉണ്ട്. ഇവിടെ n സ്ക്വയർ ആദ്യം എഴുതാം, മൈനസ് 9n രണ്ടാമത് എഴുതാം. 30 plus 20 becomes 50. ഇപ്പൊ നമുക്ക് പരിചയമുള്ളവരൊക്കെ ആയില്ലേ, ഒരു സെക്കൻഡ് ഡിഗ്രി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. ഇവരെ രണ്ടുപേരും ഒന്നിന് അങ്ങോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഈ 3 പേരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അത് നമ്മള് ഈ n സ്ക്വയർ ഇപ്പൊ വലത്തെ സൈഡിൽ കിടക്കുക പോസിറ്റീവ് ആയിട്ട്, അപ്പൊ ഒന്നും തൊടണ്ട, ഇവരെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പൊ ലെഫ്റ്റ് സൈഡ് ആരായി? 0 ഈക്വൽ ടു n സ്ക്വയർ മൈനസ് 9n പ്ലസ് 50 ഇവിടെ ഈ പ്ലസ് 12n അപ്പുറത്ത് ചെല്ലുമ്പോൾ മൈനസ് 12n മൈനസ് 48 അപ്പുറത്ത് ചെല്ലുമ്പോൾ പ്ലസ് 48. ഓക്കെ, ദാറ്റ് ഈസ് ആൻസർ വരുമ്പോൾ n സ്ക്വയർ എഴുതി മൈനസ് 9 മൈനസ് 12 എന്നിന്റെ 2 ടൈംസ് ആണ് കേട്ടോ. മൈനസ് 9 ആൻഡ് മൈനസ് 12 becomes minus 21n. Next numbers are 50 and 48 becomes 98 is equal to 0. Oh, അല്ല അടിപൊളി ഇക്വേഷൻ അല്ലേ. n സ്ക്വയർ മൈനസ് 12n പ്ലസ് 98. ഇതിനെ നമുക്ക് മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2 എന്ന് ചെയ്യരുത്, ടൈം പോകും. ഓക്കെ, അതിനുള്ള മെത്തേഡ് പറയാം. സം ഈസ് ഈക്വൽ ടു മൈനസ് 21, പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു 98. ഓക്കെ, അതിനകത്ത് 2 നമ്പേഴ്സുകൾ നമുക്ക് നോക്കിയാൽ ഇതിന്റെ ആൻസറിന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചോ. ഇവിടെ മൈനസും ഇത് പ്ലസും അല്ലയോ,
ഇവിടെ മൈനസും ഇവിടെ പ്ലസും വന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്നിന് കിട്ടുന്ന രണ്ട് വാല്യൂസും പോസിറ്റീവ് ആയിരിക്കും. എന്നിന് രണ്ട് വാല്യൂസ് കിട്ടും, രണ്ടും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആയിരിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നോക്കിക്കേ, അപ്പൊ നിങ്ങളുടെ മനസ്സിലാവും രണ്ട് വാല്യൂസ് ഇതായിരിക്കാം. ചിലപ്പോൾ ഇത് ആവാതിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്നിന്റെ വാല്യൂ ഈ 4 ഒന്നും കുറയാൻ പാടില്ല കേട്ടോ. 4 കുറയാനൊന്നും പാടില്ല. രണ്ട് 4 കൂടുതലായിരിക്കണം, രണ്ട് പോസിറ്റീവ് ആയിരിക്കണം. നോക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, സം -21 ആൻഡ് പ്രോഡക്റ്റ് 98 വരുന്ന നമ്പേഴ്സിനെ കണ്ടുപിടിക്കണം. ഓക്കെ, ആരൊക്കെയാ? രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ -21 ഇൻറ്റു ചെയ്യുമ്പോൾ 98 ആരൊക്കെയാ? 14 and 7. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന നമ്പേഴ്സുകൾ -14 ആൻഡ് -7. ശരിയാ? -14 -7 ആഡ് ചെയ്താൽ -21. -14 into -7 becomes +98. Both are negative. Therefore, product is negative, positive. ഓക്കെ, അപ്പൊ നമുക്ക് നമ്പേഴ്സിനെ കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്നിന്റെ വാല്യൂസുകൾ സൈൻ മാറ്റണം മോനെ. +14 ആൻഡ് +7. ഓക്കെ, കിട്ടി, കറക്റ്റ് ആയിട്ട് കിട്ടി. ഇതാണ് നമ്മുടെ ആൻസർ. ഇങ്ങനെ വേണം ഇതിനെ ചെയ്യാൻ, ഇങ്ങനെ ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഇപ്പൊ നമ്മൾ ഈ കാണിച്ച കാര്യങ്ങളൊന്നും നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ വരാത്തതാണ്. ഈ കട്ട് ചെയ്യുന്നൊക്കെ നിങ്ങൾ ഇവിടെ വെച്ചൊക്കെ ഇങ്ങനെ നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ചില കോമൺ എടുക്കും. അപ്പൊ ആ സ്റ്റെപ്പുകൂടെ നമുക്ക് കൂടി, അത് നല്ല തന്നെയാണ്, നമ്മൾ പഠിച്ച വഴി ഇതാണല്ലോ. പക്ഷെ അടുത്ത വഴി ഉണ്ടെങ്കിൽ നമ്മൾ അതും പഠിക്കണമല്ലോ, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ക്യാൻസൽ ആക്കുക, ബാക്കിയുള്ളവരെ എഴുതുമ്പോൾ തന്നെ ഒത്തിരി സിംപ്ലിഫിക്കേഷൻ നടത്തിയാൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് കഴിയുവാണ്. ഇതേപോലെ ക്ലാസ്സുകൾ നിങ്ങളുടെ എൻട്രൻസ് ക്ലാസ്സുകൾ എല്ലാത്തിനും കിട്ടും കേട്ടോ. എല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, പിന്നെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഗുഡ് ബൈ.